അതുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല, പരാജിതരാവുകയുമില്ല. ആ ഖുർആനിനെ മുറുകെ പിടിക്കുന്നവർ ആരാണ്? അതാണ് ആദ്യം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ അല്ലാഹു തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സംശയം വേണ്ട, ആരും സംശയിക്കേണ്ട ഗ്രന്ഥമല്ല ഇത് കേട്ടോ. നിസ്സംശയം ഈ പരിശുദ്ധമായ ഖുർആൻ മതബോധമുള്ളവർക്ക് വഴികാട്ടിയാണ് കേട്ടോ. ഹുദല്ലിൽ മുത്തഖീൻ. എല്ലാ ദിവസവും 17 പ്രാവശ്യം കൈകെട്ടി നിന്നുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാറില്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സുബ്ഹിക്ക് നമ്മൾ ഖുനൂത്ത് ഓതുമ്പോ അല്ലാഹുമ്മ ഹ്ദിനാ അല്ലാഹുമ്മ ഹ്ദിനാ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോ ആ ഹിദായത്ത് എവിടെ നിന്നാണ്? ആ ഹിദായത്ത് ആർക്കൊക്കെയാ? ആ ഹിദായത്ത് ലഭിച്ചവർ മാത്രമേ ഈ ഖുർആനിനെ അംഗീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ. അതുകൊണ്ട് ലാ റൈബ ഫീ, സംശയമേ വേണ്ട, ഹുദല്ലിൽ മുത്തഖീൻ. ഇത് മതബോധമുള്ളവർക്കും മതഭക്തന്മാർക്കും മുത്തഖീങ്ങൾക്കുമുള്ള വഴികാട്ടിയായ ഗ്രന്ഥമത്രേ. ആരാണ് ആ മുത്തഖീങ്ങളെന്നറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഈ കിടക്കുന്ന 6 അടി മണ്ണിന്റെ ഖബറിന്റെ അന്തരത്തിൽ ഉറങ്ങുന്നവരാരാ? ആയിരക്കണക്കിന് 10,000കണക്കിന് നമ്മുടെ മുൻഗാമികളാണ് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഉറങ്ങുന്നതെങ്കിൽ ആ ഖബർസ്ഥാനിലേക്കും നമ്മളും പോകേണ്ടവരത്രേ. അതാണ് യുഅ്മിനൂന ബിൽ ഗൈബ്. ഈ ലോകമല്ല കേട്ടോ, ഇത് നശ്വരമാണ്, ക്ഷണികമാണ്, ഇത് നൈമിഷികമാണ്. ഏത് സമയത്തും അസ്തമിച്ചു പോകാം, ഏത് സമയത്തും നിന്നു പോകാം. അത്രയ്ക്കും നശ്വരമായ ഈ ലോകത്ത് നിന്ന് അനശ്വരമായ ലോകത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒരു അദൃശ്യ ലോകമുണ്ട് കേട്ടോ. ആ അദൃശ്യ ലോകത്തെ കുറിച്ച് പറയാവുന്നതല്ലാതെ നമുക്കത് മനസ്സിലാവൂല കേട്ടോ. അത് ഈ 6 അടി മണ്ണ് മുതലാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു പറയുന്നതൊന്ന് കേൾക്കണേ. ഖുർആനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഖബർ എന്ന പേര് അല്ലാഹു നൽകിയത് ബർസഖ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു പറയുകയാ, ഈ ഖബറോടുകൂടി തീരുന്നില്ല കേട്ടോ, ഈ ഖബറോടുകൂടി അവസാനിക്കുന്നില്ല കേട്ടോ. ഈ ഖബറിൽ നീ ഉറങ്ങുകയല്ല കേട്ടോ, ഈ ഖബറിൽ നീ ഉണർന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു ദിവസം നിന്നെ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമം നാൾ വരെ നമുക്ക് കിടക്കാനുള്ള ഇടത്താവളമാണ് ഖബർ കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, സഹോദരാ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാ
വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ ഖബറെന്ന ജീവിതമുണ്ടല്ലോ, അവരെ വിശ്വസിക്കണേ, ആ വീട്ടിലേക്ക് പോകണം കേട്ടോ. എത്ര ചെറുപ്പക്കാരാണ് സഹോദരാ, ഞാൻ മരിക്കൂല, എനിക്ക് 50 വയസ്സ് വരെ ആയുസ്സുണ്ട്, എനിക്ക് 60-70 വയസ്സ് വരെ ആയുസ്സുണ്ട് എന്ന് വിശ്വസിച്ച ചെറുപ്പക്കാരൻ അങ്ങോട്ട് ബൈക്കിൽ 120 പോകുമ്പോ ഇങ്ങോട്ട് 108 ആംബുലൻസിൽ കിടന്ന് വരികയാണ്. മനുഷ്യൻ അത്രത്തോളമാ. വകാനൽ ഇൻസാനു അജൂല, അവൻ ധൃതി പിടിച്ചവനാണ്, അവൻ ധൃതിക്കാരനാണ്. ഈ ദുനിയാവിൽ നമുക്കൊന്നിനും കഴിവില്ല, പ്രാപ്തിയില്ല സഹോദരങ്ങളെ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ് ഈ ദുനിയാവിൽ നമ്മൾ നയിക്കുന്നതെങ്കിൽ ഏത് സമയത്തും നമുക്ക് ആയുസ് നൽകിയ റബ്ബ് നമ്മെ തിരിച്ചു പിടിച്ചേക്കാൻ കേട്ടോ. അതെവിടെ വെച്ചാകാമെന്നറിയില്ല. അത് അല്ലാഹു തന്നെ പറയുകയാണ്. ആർക്കും അതിനെ കുറിച്ച് അറിവും നൽകിയിട്ട് ഇല്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. രാവിലെ ഞാൻ മൈക്കാളത്ത് പോകുമെന്നോ, രാവിലെ ഞാൻ മംഗലാപുരത്ത് പോകുമെന്നോ, ഞാൻ കോഴിക്കോട് പോകുമെന്നോ പറഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. പക്ഷേ രാവിലെ നമ്മുടെ ഭാര്യ വിളിക്കുമ്പോ ചേതനയറ്റ ശരീരമായി കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ആർക്കും പറയാൻ കഴിയില്ല കേട്ടോ, നാളെ കാണാം, നാളെ നമുക്ക് കണ്ടുമുട്ടാം, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നവരെ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അല്ലാഹു അറിയിച്ചിട്ടില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അല്ലാഹുവേ, എനിക്ക് മദീനയുടെ മണ്ണിൽ മരിക്കണം നാഥാ, എനിക്ക് മക്കയുടെ മണ്ണിൽ മരിക്കണം നാഥാ, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിൽ മരിക്കണം നാഥാ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്, അഭിലാഷമാണ്. പക്ഷേ അല്ലാഹു നമ്മളോട് പറയുകയാ, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് മണ്ണിലാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാനേ സാധ്യമല്ല. 15 വർഷം 20 വർഷം 30 വർഷം തുടർച്ചയായി ഉംറ ചെയ്ത സഹോദരങ്ങളുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആ പരിശുദ്ധമായ മദീനയിൽ എനിക്ക് മരിക്കണേ, ആ കഅബയിൽ എനിക്ക് മരിക്കണം. ഇല്ല, കഴിഞ്ഞില്ല. 30 വർഷത്തിന് ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഉംറ കഴിഞ്ഞു വന്നപ്പോ ഒരു നെഞ്ചുവേദനയെടുത്ത് അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയാണ്. ആ ആഗ്രഹം എന്താണ്? അല്ലാഹ് നിശ്ചയിച്ചത് മറ്റൊന്നാണ്. അതുകൊണ്ട് സഹോദരാ, എവിടെ മരിച്ചാലും എപ്പോ മരിച്ചാലും അല്ലാഹുവിന്റെ തിരുമുഖം കണ്ട് മരിക്കാൻ കൊതിക്കണേ. അതാണ് ഹബീബായ തങ്ങൾ ആഗ്രഹിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ 63 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കൊതിച്ചത്, അല്ലാഹ് നിന്നെ ഒന്ന് കാണണം റബ്ബേ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തന്റെ കാമുകനെ കാണാൻ ആദരമായ നബി തങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പ്രേമിക്കുമ്പോ തന്റെ കാമുകിയെ കാണാൻ കൊതിക്കുന്നത് പോലെ, കാമുകനെ കാണാൻ വ്യഗ്രത കാട്ടുന്നത് പോലെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ കാമുകൻ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കും, റബ്ബേ എനിക്കും നിന്നെ ഒന്ന് കാണണം അല്ലാഹ്. അല്ലാഹുവിനെ കാണാനുള്ള അവസരം അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, അത് മരണമാണ്, മരണമാണ്, മരണമാണ്. അത് സാധാരണ മരണമല്ല, അത് കേവലം ഒരു മൃഗീയമായ മരണമല്ല. അത് രസത്തിന്റെ മരണമാണ്, അത് സ്നേഹത്തിന്റെ മരണമാണ്, അത് പ്രണയത്തിന്റെ മരണമാണ്, അത് ജീവിത സുഖത്തിന്റെ ആസ്വാദനമാണ്. ആ കാമുകനായി ആ മരണത്തെ വരവേൽക്കലാണ്. അതൊരു സത്യവിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമത്രേ. അൽ മുഅ്മിനു തുഹ്ഫത്തുൽ അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ. ആ മരണമെന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ സമ്മാനമാണ്, സമ്മാനമാണ്. അതാർക്കാണ് ലഭിച്ചത്? ലോകത്തിന്റെ നേതാവായ, വിപ്ലവത്തിന്റെ നായകനായ, ലോകത്തിന്റെ കെടാവിളക്കായ മുത്തു മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി തങ്ങളുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ
അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഹബീബേ, അങ്ങ് അനുവദിച്ചാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചു. അഭിപ്രായം എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ. എൻ്റെ കാമുകനിലേക്ക് എന്നെ ഒന്നെത്തിക്കണേ, എൻ്റെ കൂട്ടുകാരനിലേക്ക് എന്നെ ഒന്നെത്തിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത് ഇലർ റഫീഖിൽ അഅ്ലാ, ഏറ്റവും നല്ല കൂട്ടുകാരനിലേക്ക് എത്തിക്കണേ. അപ്പോ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? അത് അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലേ. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടേ, നമുക്ക് കണ്ടുമുട്ടേണ്ടേ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅ്മാലിനാ ആഖിറഹു വ ഖൈറ അഅ്മാലിനാ ഖവാതിമഹു വ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക ഫീ. അല്ലാഹ്, ഞാൻ എവിടെ മരിച്ചാലും എൻ്റെ അവസാനത്തെ ആത്മാവ് നീയുമായി ബന്ധപ്പെടുകയും നിന്നെ ഇഷ്ടപ്പെട്ടതും നിന്റെ മുഖം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന ഒരു ദിവസമാക്കണേ അല്ലാ. ഇതായിരുന്നു പ്രവാചകന്റെ ദുആ, സ്വഹാബത്തിന്റെ ദുആ, താബിഈങ്ങളുടെ ദുആ, തബഅ താബിഈങ്ങളുടെ ദുആ. ആ ദുആ ചെയ്യുന്നവരാരാണോ അവർക്ക് ദാരുണ മരണം ഉണ്ടാവുകയേ ഇല്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇസ്മാ ശിഅതാ ഫഇന്നക മുഫാരിഖു. അല്ലാഹുവിന്റെ റസൂലിനോട് ഫഇന്നക മയ്യിത്തുൻ, നബിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആരും ചോദിക്കാനില്ല. പക്ഷേ ഒരു കാര്യം, ഫഇന്നക മയ്യിത്തുൻ, നിങ്ങൾ ഒരിക്കൽ വഫാത്താകും കേട്ടോ. രണ്ടാമത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, അഹ്ബിബ് മൻ ശിഅതാ ഫഇന്നക മുഫാരിഖു. ഇഷ്ടമുള്ളവരെ കൂട്ടുകാരാക്കാം, ഇഷ്ടമുള്ളവരുമായി സ്നേഹസല്ലാപം നടത്താം, ഇഷ്ടമുള്ളവരെ പ്രണയിക്കാം, ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, ഇഷ്ടമുള്ളവരോടൊപ്പം ഒരുമിച്ച് കൂടാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഫഇന്നക മുഫാരിഖു, അവനെ ഒരു ദിവസം നീ ഉപേക്ഷിക്കേണ്ടി വരും, ഒഴിവാകേണ്ടി വരും കേട്ടോ. വല്ലാത്ത ഒരു ചോദ്യമാണ്, വല്ലാത്ത ഒരു സംഭവമാണ്. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പറഞ്ഞത്, എത്ര വലിയ സ്നേഹിച്ചവരെയും ഒഴിവാക്കി പോകേണ്ട ഒരു ദിവസം വരും കേട്ടോ. അതുകൊണ്ട് അഹ്ബിബ് മൻ ശിഅതാ ഫഇന്നക മുഫാരിഖുഹു. ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, ആ ഇഷ്ടഭാജനത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം ഇതേപോലെ 6 അടി മണ്ണിൽ കിടക്കേണ്ടി വരും കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ, ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ, ആ മഹാൻ ദുനിയാവിൽ പല നിലക്കുമൊക്കെ ജീവിച്ചു നോക്കി, പല ഗവേഷണങ്ങളും നടത്തി നോക്കി. അവസാനം ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം ചിന്തിച്ചു പോയി, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയാണ്. വല്ലാത്ത അത്ഭുതമാണ് പടച്ച റബ്ബേ, ആ വാക്ക് എന്നെ വല്ലാണ്ട് മാറ്റം വരുത്തിയിരിക്കുകയാണ്. കാരണം നീ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചോ, ഫൈന്നക മയ്യിത്തുൻ, നീ മരിക്കും കേട്ടോ. ഒരു ദിവസം നിനക്ക് എക്സ്പയറി ഡേറ്റ് വരും കേട്ടോ. അന്ന് നിന്നോടൊപ്പം ഇരുന്ന് മദ്യപിച്ചവൻ അവിടെ ഉണ്ടാകില്ല, നിനക്ക് MDM വാങ്ങിത്തന്നവൻ അവിടെ ഉണ്ടാകില്ല, നിന്നെ വഴിപിഴച്ചവൻ ആരും അവിടെ ഉണ്ടാവുകയില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. ഈ ദുനിയാവിൽ നീ എന്ത് പ്രവർത്തിച്ചാലും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല സഹോദരാ. പക്ഷേ നീ മരണത്തെ ഒരിക്കൽ മുന്നിൽ കാണുക തന്നെ ചെയ്യും. ആ സമയം മുതലാണ് ഈ ചെയ്ത മുഴുവൻ അപരാധങ്ങൾക്കും മറുപടി പറയേണ്ടത്. അതുപോലെ തന്നെ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, വഅഹ്ബിബ് മൻ ശിഅതാ ഫഇന്നക
ഫഇന്നക മുഫാരിഖുഹു, നീ സ്നേഹിക്കേണ്ടത് ആരെയാണോ ആ സ്നേഹഭാജനത്തെ ഒരിക്കൽ നീ ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. ഷഖീഖുൽ ബൽഖ് തീരുമാനിച്ചു, ഞാൻ ഈ ദുനിയാവിൽ ആരെ സ്നേഹിച്ചാലും എന്നെ അവർ വിട്ടു പിരിഞ്ഞു പോകും കേട്ടോ. എനിക്കവർ കൂട്ടുകാരനായി വരികയില്ല. എൻ്റെ ഭാര്യയായാലും എൻ്റെ ഭർത്താവായാലും എൻ്റെ വാത്സല്യമേറിയ സന്താനങ്ങളായാലും തോളിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ പുള്ളികളായാലും കുഞ്ഞുമക്കളായാലും കൈക്ക് പിടിച്ച് കോർത്തിണക്കി നമ്മൾ സല്ലപിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ സഹപാഠികളായാലും സഹയാത്രികരായാലും ഏറ്റവും കൂടുതൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സ്നേഹഭാജനമായ പ്രണയിനിയായ കാമുകിയായാൽ പോലും മരിച്ചാൽ അവളെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോകേണ്ടി വരുമല്ലോ. ഈ ഒരു ഹദീസ് ഷഖീഖുൽ ബൽഖിയെ വല്ലാണ്ട് വേദനിപ്പിച്ചു, വല്ലാണ്ട് ചിന്തിപ്പിച്ചു. അദ്ദേഹം ഗവേഷണം നടത്തി. തന്നോടൊപ്പം എപ്പോഴും എക്കാലവും വരുന്ന കൂട്ടുകാരനാരാ? അത് ഒരേ ഒരു കൂട്ടുകാരൻ മാത്രമാണ്. ആ കൂട്ടുകാരനാണ് പരിശുദ്ധമായ ഖുർആൻ. കൂടെ വരും, ബാക്കി എല്ലാവരും പോകും, എല്ലാവരും പോകും, ആരുണ്ടാവൂല കൂട്ടത്തിൽ നമ്മളോടൊപ്പം. ഈ മക്ബറയ്ക്കുള്ളിൽ വരുന്നത്, ഈ ഖബറിന്റെ ഉള്ളിൽ വരുന്നത് എല്ലാ സുഹൃത്തുക്കളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോ നമ്മളോടൊപ്പം സാന്ത്വനം ഏകാൻ, നമുക്കൊരു സന്തോഷം പകരാൻ നമ്മുടെ കൂട്ടത്തിൽ ഖബറിൽ വരുന്നത് ഖുർആനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഖുർആൻ കൂടെ വരും. അബ്ദുല്ലാഹി ഇബ്നു സാമത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഒരാൾ മരിക്കുമ്പോ അവന്റെ അരികിലേക്ക് കടന്നു വരുമത്രേ. ഖുർആൻ ആ ഏത് മനുഷ്യനോട്? അൽ മുഅ്മിനുൽ മുജ്തഹിദു ബിൽ ഖുർആൻ, സദാസമയവും ഖുർആനുമായി ബന്ധപ്പെട്ട് നടക്കുന്നവനാരാണോ അവൻ മരിക്കുമ്പോ ആ ഖുർആൻ അവന്റെ മുറിയിലേക്ക് വരുമത്രേ. അവന്റെ മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ ജനങ്ങള് കുളിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോ ഫവഖഫൽ ഖുർആനു ഇൻദ റഅസിഹി വഹും യുഗസ്സിലൂൻ. ആ മയ്യത്തെടുത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ മാറ്റുമ്പോ ഔറത്ത് തുറക്കപ്പെടുന്ന സമയമാകുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഫവഖഫ ഇൻദ റഅസിഹി, അവന്റെ തലക്ക് മീതെ എഴുന്നേറ്റ് നിൽക്കുമത്രേ. നല്ലതുപോലെ ചിന്തിക്കണേ, വെറുതെയല്ല. നാളെ മരിച്ചു പോകുന്നവരാണ്. പാട്ടും മേളകളും പടക്കം പൊട്ടീരും കളിയും ചിരിയും കൊണ്ട് നമ്മുടെ യുവത്വം നമ്മൾ പാഴാക്കിയാൽ ഈ പാടുന്ന നെല്ലിക്കുന്ന് പള്ളിയുടെ ഖബറിസ്ഥാനിൽ വന്ന് കിടക്കുമ്പോ ഖബറിന്റെ പൂമുഖം വരെ നമ്മുടെ കൂട്ടുകാര് വരും. മക്കളെ, ഖബറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മയ്യത്തിറക്കി വെച്ചിട്ട് നമ്മുടെ മീതെ മണ്ണ് വാരിയിട്ടിട്ട് അവസാനമായി അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഇതാ ആ മയ്യത്ത് കണ്ണ് തുറന്ന് ചോദിക്കുകയാ, നിങ്ങൾ പോവുകയാണോ? എന്നെ തനിച്ചാക്കിയിട്ട് നീ ഓടുകയാണോ? ഇന്നൽ മയ്യിത യഅരിഫു, ആ മയ്യത്ത് അറിയുമത്രേ. മയ്യഹ്മിലുഹു, ആരാണ് എന്നെ പുരയിൽ നിന്ന് ഈ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നതാരാ? വമൻ യുഗസ്സിലുഹു, ആരാണ് എൻ്റെ മയ്യത്ത് പൊതിഞ്ഞത്? ആരാണ് എന്നെ കുളിപ്പിച്ചത്? വമൻ യുകഫിനുഹു, എൻ്റെ കഫൻ തുണി പൊതിഞ്ഞതാരാ? വമൻ യുദല്ലിഹി ഫീ ഖബരിഹി, ഈ നെല്ലിക്കുന്ന് ഖബറിന്റെ 6 അടി മണ്ണിലേക്ക് എൻ്റെ മയ്യത്തിറക്കി വെച്ചത് ആരാ? ഇത് അറിയും, മയ്യത്തറിയും, മയ്യത്തറിയും. മരിച്ചതോടുകൂടി എല്ലാം മരവിക്കുന്നില്ല സഹോദരങ്ങളെ. ആ മയ്യത്ത് അറിയുമെന്ന് നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് ഈ മയ്യത്തിന്റെ മുകളിലാണ്, ഈ മയ്യത്തിന്റെ ഓരത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ കിടക്കുന്ന മയ്യത്തിന്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ
ഈ പരിസരത്തിരിപ്പുണ്ടെങ്കിൽ ആ മയ്യത്ത് അറിയുമത്രേ. ആ മയ്യത്ത് തന്നെ വിലപിക്കുന്ന വിലാപം നമ്മളെ പറയുന്നുണ്ട്. തമുറു വഖാരിബി ജനമാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. ഉപ്പാന്റെ ഉപ്പുപ്പാന്റെ കാരണവരുടെ ഖബറിന്റെ അരികിൽ വന്നിട്ട് ആ പുള്ളികള് കുഞ്ഞുമക്കള് ഉപ്പാക്ക് സലാം ചൊല്ലാതെ ഉപ്പാക്ക് ദുആ ചെയ്യാതെ ഖബർ സിയാറത്ത് ചെയ്യാതെ മിണ്ടാണ്ട് മടങ്ങിപ്പോയാൽ ആ ഉപ്പ ഖബറിൽ കിടന്നിട്ട് ചോദിക്കുകയാ കഅന്ന ഖാരിബി ലം യഅരിഫൂനി. പടച്ച റബ്ബേ, എന്റെ പുള്ളിയെ ഞാനെടുത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി പൊറോട്ട വാങ്ങിക്കൊടുത്തതാ, മന്തി വാങ്ങിക്കൊടുത്തതാ, കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തതാ. ഇന്നവൻ വളർന്ന് 20 വയസ്സ് 22 വയസ്സായി എന്റെ ഖബറിന്റെ അരികിലൂടെ അവൻ നടന്നു പോകുന്നു. കല്ലം യഅരിഫൂനി, അവൻ എന്നെ അറിയുന്നേ ഇല്ല അല്ലാ, അവൻ എന്നെ മറന്നുപോയി അല്ലാ. ആ ഉപ്പ, ആ കാരണവർ വളരെ ഖേദത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഫയാലല്ലാഹി അസ്റഉ മാ നസൂനി. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ മക്കള് ഞങ്ങളെ മറന്നുപോയോ. ഖബറാളികൾക്ക് പോലും ആരും സഹായില്ല. ഇന്ന് ഈ മഹാന്റെ ചാരത്തായിരങ്ങൾ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഓർക്കണം, ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ അരികിലും അജ്മീറിലുള്ള ഖാജ ഉപ്പുപ്പാട് അരികിലും അൽഹംദുലില്ലാഹ് ആയിരങ്ങളും പതിനായിരങ്ങളും ദിനംതോറും പോയി അവരുടെ അരികിൽ നിന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഓർക്കണേ, അല്ലാ, എന്റെ മയ്യത്ത് ഏതെങ്കിലും പള്ളിക്കാട്ടിന്റെ ഓരത്ത് അടക്കം ചെയ്യപ്പെട്ട് കിടക്കുമ്പോ ആരെങ്കിലും ഒരാള് വന്നിരുന്നു കൊണ്ട് ഒന്ന് ദുആ ചെയ്യാൻ ആരുണ്ടാകുമല്ലാ. മരിക്കുമ്പോൾ ആയിരങ്ങൾ ഓടും, പതിനായിരങ്ങൾ ജനാസ അനുഗമിക്കും. ഓടി വരാൻ ആളുണ്ട്, കുളിപ്പിക്കാൻ ആളുണ്ട്, മയ്യത്ത് പൊതിയാൻ ആളുണ്ട്, എടുത്തു സന്തൂഖിൽ വെക്കാൻ ആളുണ്ട്. ജനങ്ങളെയെല്ലാം മാറ്റി നിർത്തി മയ്യത്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് നമസ്കരിപ്പിച്ച് ഖബറിൽ ഇറക്കി വെക്കാൻ വരെ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ട്. പക്ഷേ അവരൊക്കെ തനിച്ചാക്കിയിട്ട് മടങ്ങിപ്പോകുമ്പോ ആ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ ഒരാളും വരില്ല മക്കളെ, വരില്ല. അവരാണ് വിഷമത്തോടെ പറയുന്നത്, ഫയാലല്ലാഹി അസ്റഉ മാ നസൂനി. ഇന്ത്യ രാജ്യത്ത്, മഹത്തായ ഇന്ത്യ രാജ്യത്ത് ഹദീസുകൾ കൊണ്ടുവന്ന ബഹുമാന്യനായ ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി റഹ്മഹുല്ലാഹ് നവ്വറല്ലാഹു മർഖദ, ഇന്ന് ഡൽഹിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവ മഹാനവറുകളുടെ മഖ്ബറ. ആ മഖ്ബറയിൽ വരാൻ പോലും ആളുകൾ കുറവാണ്. ഓർക്കണം കേട്ടോ, എത്ര വലിയ മഹാനാണ് അവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ. പക്ഷേ ആരും ആ ഖബറിടത്തിൽ വന്നില്ല എങ്കിലും അൽഹംദുലില്ലാഹ് അദ്ദേഹം ഈ ലോകത്തിന് ചെയ്തത് ഏറ്റവും വലിയ സമ്മാനമാണ്. ഇന്ന് നമ്മുടെ നമ്മൾ ഇന്ന് നെല്ലിക്കുന്നിൽ ഹദീസ് പഠിപ്പിക്കുമ്പോഴും ആ ഹദീസിന്റെ ഭാഗം, അതിന്റെ ഒരു തുടക്കം മഹാനായ ശൈഖുനായാണ്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് അവർ ദുനിയാവിന് ചെയ്ത നേട്ടങ്ങളാണ്, നന്മകളാണ്, ഇൽമുകളാണ്. ആ ഇൽമു ആ ഖബറിൽ അവർക്ക് കൂട്ടുകാരായി എപ്പോഴും വരുമത്രേ. സാലിഹീങ്ങൾ നിങ്ങൾ ഇനി സിയാറത്ത് ചെയ്യാൻ വന്നില്ല എങ്കിലും ആ സാലിഹീങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവരുടെ ഖബറിൽ നന്മകൾ കൂട്ടുകാരായി എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ആ ഖബറുകളിൽ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വന്ന് സിയാറത്ത് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഓർക്കണം മക്കളെ, നമുക്കും അതേപോലെ സിയാറത്ത് ചെയ്യാൻ കുറെ ആളുകൾ വരാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തു വെക്കണേ. അതിൽ ഏറ്റവും ഉത്തമമായ നന്മയാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ ആര് സ്നേഹിക്കുന്നുവോ
മരണത്തോടെ നിന്നോടൊപ്പം അനുഗമിക്കുന്നത് ഖുർആനാണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സാമത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ആ പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഇവന്റെ ഖൽബിൽ നിന്ന് മുകളിലേക്ക് തങ്ങി നിൽക്കുമത്രേ. ഫവഖഫ ഇൻദ റഅസിഹി വഹും യുഗസ്സിലൂൻ. കുളിപ്പിക്കുന്ന സമയം, ഔറത്തുകളൊക്കെ തുറക്കപ്പെടുന്ന സമയം. അപ്പൊ ഖുർആൻ അങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കും, തലയുടെ മുകളിൽ നിൽക്കും. ഖുർആൻ മാറി നിൽക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ് കഫൻ തുണി പൊതിയുമ്പോ ദഖലൽ ഖുർആൻ ബൈന ഖൽബിഹി വ കഫനിഹി. അവന്റെ കഫൻ തുണിയുടെയും കൽബിന്റെയും ഇടയിൽ ഖുർആൻ വന്ന് നിൽക്കുമത്രേ. വലിയ കാര്യം, ചിന്തിച്ചു നോക്ക്. ഖുർആനോട് ഇത്ര നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ ആ ഖുർആൻ നമ്മളെ സ്നേഹിക്കും. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട്, നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം ഇങ്ങോട്ട് കിട്ടും, കൊടുക്കാതെ കിട്ടൂല. വൺ വേ ആയിട്ട് സ്നേഹിച്ചാൽ പറ്റൂല. അങ്ങോട്ട് സ്നേഹിക്കുന്ന ഇങ്ങോട്ട് സ്നേഹിക്കും. ആ ഖുർആൻ ഓതുന്നവരാരാണോ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാരാണോ, ഖുർആൻ മനനം ചെയ്യുന്നവരാരാണോ, ആ ഖുർആൻ മനനം ചെയ്യുന്നവരെ സഹായിക്കുന്നവർ ആരാണോ, അവരുടെ കൈക്ക് പിടിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. ചെറിയ കാര്യമല്ല. ഖുർആനെ സ്നേഹിച്ചാൽ ഖുർആൻ നമ്മളെ സ്നേഹിക്കും. മയ്യത്താകുന്ന സമയം മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുമല്ലോ. ആ ഫോളോ എല്ലാം മയ്യത്തോടു കൂടി അവളും മയ്യത്താവും, നീ മയ്യത്താവും. ഇന്നക മയ്യത്തുൻ അല്ല ഫൈന്നക മുഫാരിഖുഹു വിട്ടിട്ട് പോകും. പക്ഷെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാരാ? ഖബറിലും ഫോളോ ചെയ്യുന്ന വാട്സപ്പ്, ഖബറിലും ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഖബറിലും ഫോളോ ചെയ്യുന്ന ടെലഗ്രാം, ഖബറിലും ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക്. അൽ ഖുർആൻ, അൽ ഖുർആൻ. മയ്യത്ത് കുളിപ്പിക്കുമ്പം നമ്മുടെ കൂട്ടത്തിൽ, കഫൻ പൊതിയുമ്പം നമ്മുടെ കൂട്ടത്തിൽ. പിന്നീട് അവന്റെ മയ്യത്ത് ഇദാ ഹുബില അലൽ അനാഖ്, അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങൾ വരുന്നത് പള്ളിക്കാട്ടിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശബ്ദനായി ശോകമൂകമായ അന്തരീക്ഷത്തിലൂടെ ആ മയ്യത്ത് നെല്ലിക്കുന്ന പള്ളി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോ ആ പരിശുദ്ധ ഖുർആനും അവനോടൊപ്പം ഉണ്ട് കേട്ടോ. സംഭവം ചിന്തിക്കണം. ഒരുപാട് യാത്ര ചെയ്യുന്ന നമ്മളാണ്. ഈ നെല്ലിക്കുന്ന് തൊട്ടടുത്ത 10 വീടിനപ്പുറത്ത് നിന്ന് നമ്മുടെ മയ്യത്ത് സന്തൂക്കിലെടുത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖബർ, ആ സന്തൂക്കിന്റെ ഉള്ളിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയാണ്. ആ മലക്ക് വന്നിട്ട് ആ മയ്യത്തിന്റെ ചെവിയിൽ ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ മോനെ, അൽ യൗമ തുസാഫിറു സഫറൻ ബഈദാ ലം തുസാഫിർ അബ്അദ മിൻഹു. എവിടേക്കാണ് നീ യാത്ര പോകുന്നത്? എവിടേക്കാണ് നീ പോകുന്നത്? ഒരു ദീർഘദൂര യാത്രയാണ് നീ പോകുന്നത് കേട്ടോ. പക്ഷേ ഈ പള്ളിക്കാട്ടിലേക്ക് വരുമ്പോ 10 വാര അപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇല്ല ഇല്ല, നിന്റെ വീക്ഷണത്തിൽ അല്പദൂരം മാത്രമേയുള്ളൂ ഖബർസ്ഥാൻ. ഇല്ല കേട്ടോ. അൽ യൗമ തുസാഫിറു സഫറൻ ബഈദാ. ഇവിടെ നിന്ന് ലണ്ടനിലേക്കും UK-യിലേക്കും ഒക്കെ പോകുന്ന മക്കള് പോയിട്ട് ഉപ്പയെ വിളിച്ചിട്ട് പറയും, ഉപ്പ 18 മണിക്കൂർ വല്ലാത്ത ദുരിതയാത്രയായിരുന്നു, അതുകൊണ്ട് 2 ദിവസം ഞാനൊന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിയിട്ട് വിളിക്കാം ഉപ്പ. ഉമ്മ, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 18 മണിക്കൂർ 20 മണിക്കൂർ യാത്ര ചെയ്തിട്ട് AC എയർ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തവനാണ് ഈ പറയുന്നത്. കുടിക്കാനും തിന്നാനും വിശ്രമിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് അവൻ പറയുന്ന ഒരു വാക്ക് ദുരിതം പിടിച്ച ഒരു യാത്രയാണ്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് എന്നെ നെല്ലിക്കുന്ന് സാഹിബ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ പറയും, ഒരു വല്ലാത്ത യാത്രയാണ്, വല്ലാത്ത യാത്രയാണ്. തിരിച്ചു വരുമ്പോഴും പറയും, വല്ലാത്ത യാത്രയാണ്. അത്രത്തോളം ദൂരമുണ്ടെങ്കിൽ ഓർക്കണേ, ഞങ്ങളെയൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ കാസർഗോഡ് നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ വണ്ടി എടുത്ത്
എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉസ്താദേ ഞങ്ങൾ ക്ഷീണിച്ചു പോയി, നിങ്ങൾ എങ്ങനെയാണ് എല്ലാ ആഴ്ചയും കാസർഗോട്ടേക്ക് വരുന്നത്? കേവലം ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ ഇതൊരു ദീർഘദൂര യാത്രയായി നമ്മൾ കാണുന്നുവെങ്കിൽ മരിച്ച് മയ്യത്തായി ആ മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ മലക്കുൻ ഫയഖൂൽ, ഒരു മലക്ക് വന്നവനോട് ചോദിക്കും, ആദമിന്റെ മോനെ അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ, നീ ഇന്ന് ചെയ്യുന്ന യാത്ര ഏറ്റവും ദീർഘദൂര യാത്രയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കിടക്കുന്നില്ല, ഇനി ഇവിടുന്ന് വീണ്ടും ഉണ്ട്. ഇത് അടുത്ത ഫ്ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കണക്ഷൻ. ഇപ്പൊ നമ്മൾ നെല്ലിക്കുന്ന് എയർപോർട്ടിൽ കിടക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റ് വരണം, മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കും അവിടെ കിടക്കണം. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാ വരിക? വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا. അനൗൺസ്മെന്റ് വരും. ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കിടക്കുന്നു, എവിടെയെങ്കിലും ഏതെങ്കിലും അടുത്ത എയർപോർട്ടിൽ പോയി കിടക്കുന്നു, ഗൾഫിലേക്ക് പോകാൻ വേണ്ടി, ചൈനയ്ക്ക് പോകാൻ വേണ്ടി ഷാർജയിൽ പോയി കിടക്കുന്നു, ദുബായിൽ പോയി കിടക്കുന്നു. അവിടെ നിന്ന് 10 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത അനൗൺസ് വരും, ഇന്ന വണ്ടി ഇന്ന സമയത്ത് ഇന്ന പോകും എന്നൊക്കെ പറഞ്ഞു വരും. ഉടനെ നമ്മൾ ചാടി എഴുന്നേറ്റ് എല്ലാം റെഡിയായി 10 ദിവസമായി യാ അല്ലാഹ് പോകാൻ വേണ്ടി 10 മണിക്കൂറായിരുന്നിട്ട് അടുത്ത യാത്രയ്ക്ക് തയ്യാറാകും. ആദ്യ അനൗൺസ്മെന്റ് വരും. ഈ കിടക്കുന്ന മുഴുവൻ പേരെയും കേൾപ്പിച്ചുകൊണ്ടൊരു അനൗൺസ്മെന്റ് വരും. സൂറന്ന കാഹളത്തിലെ ഓത്താണത് കേട്ടോ. അത് ഓതുമ്പോ ഈ ഖബറാളികൾ എഴുന്നേൽക്കുകയാ, ഉറങ്ങിക്കിടന്നവർ ചാടി എഴുന്നേൽക്കുകയാണ്. കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിക്കുന്നു, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, എവിടേക്ക് കൊണ്ടുപോവുകയാ, എങ്ങോട്ട് പോവുകയാ, ഞങ്ങളുടെ നാശമേ, നഷ്ടമേ, ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയത്? ഉടനെ അടുത്ത അനൗൺസ്മെന്റ്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. കേറ്, അടുത്ത വണ്ടിയിൽ കേറ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അടുത്ത യാത്ര അങ്ങോട്ടാണ്, അടുത്ത ഫ്ലൈറ്റ് അങ്ങോട്ട്, മഹ്ശറയിലേക്ക്. മഹ്ശറയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് വരും, ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം. അതോടുകൂടി സ്റ്റോപ്പ്, തീർന്നു. 3 ഫ്ലൈറ്റ് കയറണം. അപ്പൊ ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് അവർ എയർപോർട്ടിലാക്കിയിട്ട് പോകും. ഇപ്പൊ ഇങ്ങനെ 10,000 ആളുകളൊക്കെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളും വെയിറ്റ് ചെയ്തിട്ട് അവർ പോവുള്ളൂ. നമ്മളെ അവിടെ കൊണ്ടുവയ്ക്കും. പക്ഷെ ആ വെയിറ്റ് ചെയ്യുന്ന സമയം നമ്മളോടൊപ്പം ആരാ കൂട്ടിനുണ്ടാവുക? ഏറ്റവും വലിയ ദീർഘദൂര യാത്രയാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മരണമേ നിന്നെ ഞാൻ മാടി വിളിക്കുന്നു, കാമുകനായി നീ എന്നിൽ ലയിക്കുന്നു. കാമുകനായിട്ട് വരണം മരണം, അതാണ് വേണ്ടത്. കാമുകനെ എത്രത്തോളം നമ്മൾ പ്രണയിക്കുന്നു അതുപോലെ കാമുകനായി തന്നെ മരണം നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഭീകര രൂപത്തിൽ വരരുത്. അങ്ങനെ ഒരു മരണം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് അവൻ വിളിച്ചു പറയുന്നത്, റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കണേ അല്ലാ, മടക്കണേ അല്ലാ, ലഅല്ലി അഅമലു സാലിഹാ, സുഹൃതങ്ങളെ ചെയ്തു കൊള്ളാം, നന്മകൾ ചെയ്തു കൊള്ളാം. പടച്ച റബ്ബേ ഒരവസരം നൽകണേ അല്ലാ. അഖ്ർനീ ഇലാ ജലിൻ ഖരീബ്, ഒരു കുറഞ്ഞ കാലത്തേക്കെങ്കിലും എനിക്ക് നീ ആരോഗ്യമായസ് നൽകണേ അല്ലാ. എനിക്ക് വിട്ടുവീഴ്ച
വീഴ്ച ചെയ്യണേ റബ്ബേ, നീ പറഞ്ഞത് മുഴുവനും ഞാൻ ചെയ്തു കൊള്ളാം അല്ലാ. അള്ളാന്റെ മറുപടി എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, യുവാക്കളെ, യുവതികളെ, ഹനാൻ ഷാ വന്നപ്പോഴും വേടം വന്നപ്പോഴും ആയിരങ്ങളും പതിനായിരങ്ങളും കയറി അതിന്റെ ഉള്ളിലേക്ക് തുള്ളിച്ചാടിയിട്ട് അവരവിടെ കിടന്ന് ചവിട്ടി മതിക്കപ്പെട്ടില്ലേ? ഓർക്കണേ മോളെ, മോനെ, നീ അവിടെ വെച്ചങ്ങാണ് മരിച്ചാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് കരുതണ്ട കേട്ടോ. അല്ല ഇഷ്ടപ്പെടാത്ത രംഗങ്ങളാണ്, അല്ല ഇഷ്ടപ്പെടാത്ത തരംഗങ്ങളാണ്, അല്ല ഇഷ്ടപ്പെടാത്ത ആൺകൂട്ടങ്ങളാണ്. അന്യപുരുഷനും അന്യ സ്ത്രീയും ഇടകലർന്ന് നിന്ന് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആട്ടവും കൊണ്ടാട്ടവും അള്ളാഹ്ക്ക് പിടിക്കൂല പൊന്നുമോനെ. അതിനെക്കുറിച്ച് ദുനിയാവിൽ ചോദ്യമുണ്ടാവില്ല കേട്ടോ. ആരടി മണ്ണിന്റെ ഇരുണ്ട ഖബറിസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് വരുമ്പോ നിന്നെ വിളിച്ചുണർത്തിയിട്ട് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ സമയത്താണ് അതിന്റെ കല്ലും നെല്ലും നീ തിരിച്ചറിയാൻ പോകുന്നത്. അതുവരെ ഒന്നും മനസ്സിലാവൂല. ഇതാണ് രസം, ഇതാണ് രസം എന്ന് നീ കരുതി പോകും. ഇതല്ല രസം, ഇതല്ല രസം, ഇനി വരാൻ പോകുന്നതാണ് രസം കേട്ടോ. അതുകൊണ്ടാണ് ഷഖീഖുൽ ബൽഖി കരുതിയത്, അല്ലാ ഈ ദുനിയാവ് ഒന്നുമല്ല പടച്ച റബ്ബേ, എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാലം വരും നാദാ. അതുകൊണ്ട് എന്നെ ഒരിക്കലും വിട്ടുമാറാത്ത ഒരേ ഒരു സ്നേഹിതനുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ കൂടെ കാണും, കൂട്ടത്തിലുണ്ടാകും. ചെറുപ്പക്കാരെ ആ ഖുർആൻ ഏറ്റുപിടിച്ചാൽ കൂടെ വരും, മയ്യത്തിന്റെ കൂടെ വരും, ഖബറിസ്ഥാനിൽ വരും. എല്ലാവരും ഇറക്കി മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോ ഇതാ രണ്ട് മലക്കുകൾ അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് യജീഉൽ ഖുർആൻ, ഖുർആൻ ആ ഖബറിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ. മലക്ക് വരും, മലക്ക് വരുന്നതിന് മുമ്പ് ഖുർആൻ വരും, ഖുർആൻ വരും. ഖുർആനുമായി ബന്ധപ്പെട്ടവർ ആ ഖുർആൻ വന്ന് ഇങ്ങനെ നല്ല എങ്ങനെ ഏത് കോലത്തില്, ഈ കോലത്തിലൊന്നുമല്ല, ഖുർആന്റെ കോലത്തിലൊന്നും ഒന്നുമല്ല, നല്ല ഒരു ചെറുപ്പക്കാരന്റെ കോലത്തില്, ഒരു ബാല്യക്കാരന്റെ രൂപത്തിലും കോലത്തിലും നല്ല യുവാവ്, ചുവന്നു തുടുത്ത യുവാവ്, സുന്ദരനായ യുവാവ്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി സുസ്മേരവദനായി നല്ല വെള്ള വസ്ത്രം ധരിച്ച് ശുഭവസ്ത്രധാരിയായി ആ ഖബറിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ മയ്യത്തിനെ തട്ടിയിട്ട് ചോദിക്കും, യാ ഫുലാൻ. തട്ടിയിട്ട് ചോദിക്കും. ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കാണ്, ഉറക്കരിച്ച എപ്പോഴും ഖുർആനോത്താണ്, ഫുൾ ടൈം പള്ളിയിൽ ഖുർആനോത്താണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ മദ്രസയെ സഹായിച്ച് ഹാഫിളീങ്ങളെ ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ പൈസ ഖുർആനുമായി ബന്ധപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ആ ഖുർആൻ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന്, ബാല്യക്കാരന്റെ കോലത്തിൽ വന്നിട്ട് അവിടെ വന്നിട്ട് വിളിക്കും, ഹൽ തഅരിഫുനി, എന്നെ അറിയോ? അറിയോ ഹമീദ്ച്ച, അറിയോ അമ്മൂച്ച, അറിയോ ഓക്കറിച്ച, അറിയുമോ നെല്ലിക്കുന്നിച്ച എന്ന് ചോദിക്കും. അറിയോ? ഫയഖൂലു ലാ, അദ്ദേഹം പറയും, എനിക്ക് നിന്നെ അറിയില്ല, നിന്നെ ഞാൻ നെല്ലിക്കുന്ന് കണ്ടിട്ടില്ലല്ലോ, കാസർഗോട്ട് കണ്ടിട്ടില്ലല്ലോ, അടുക്കത്തോയിൽ കണ്ടിട്ടില്ലല്ലോ, നീ പിന്നെ എവിടെയാണുള്ളത്, നീ ഏടുന്ന് വന്നത് ചോദിക്കും. എന്നെ കണ്ടിട്ടേ ഇല്ലപ്പ, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ലപ്പാ, ഇത്ര നല്ല സുന്ദരൊന്നും കാസർഗോട്ടില്ലല്ലോപ്പാ, ആരപ്പ നീ ആരപ്പ, അല്ലാ പഠിച്ചോനെ മാഷാ അല്ലാ, നല്ല കബറിൽ ചോദിക്കും. കബറിൽ കാണുമ്പോൾ നല്ല ചെറുപ്പക്കാരനല്ലേ, ആരും ഇല്ലല്ലോ, എല്ലാവരും പോകും. ഈ കബറിൽ ഇവനെ വിളിച്ചുണർത്തും, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ? സുഹൃത്തുക്കൾ ചിന്തിച്ചു നോക്ക്, ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ വരുന്നത്. ഫയഖൂൽ, അപ്പോൾ ആ ഖുർആൻ പറയുമത്രേ, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅൽമാ നഹാരക വഅംനഅക ശഅവതക മിനത് തുആമി വശറാബ്.
ഞാനാരെന്നറിയോ? ഞാനാണ് ഖുർആൻ. പാതിരാ സമയത്ത് എല്ലാവരും ഫേസ്ബുക്കിൽ കളിക്കുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവൻ, കണ്ണ് തുറന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, ഓർക്കണം കേട്ടോ, ആരോരുമില്ലാതെ നീ ഒറ്റയ്ക്ക് കബറിൽ കിടക്കുന്ന സമയത്ത് ആ കബറിലേക്ക് നിന്നെ നയിക്കാൻ, നിനക്ക് ഈനാസ് പകർന്നു തരാൻ, നിനക്ക് മൂളിപ്പാട്ട് പാടിത്തരാൻ, താരാട്ട് പാടി നിന്നെ ഉറക്കാൻ, നിനക്കെല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഈ ഖുർആൻ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ആ കബറിൽ എത്തുമത്രേ. അങ്ങനെ ആ കബറിൽ വന്നിരുന്നു കൊണ്ട് ചോദിക്കും, ഞാനാണ് ആ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആനിന്റെ കോളേജിൽ നീ പണം കൊടുത്ത് സഹായിച്ചവനല്ലേ? ആ ഖുർആനാണ് ഞാൻ. ഈ മക്കൾക്ക് ഖുർആൻ ഓതാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവനല്ലേ? ആ ഖുർആനാണ് ഞാൻ. ഒരു കുട്ടിയെ നീ ഖുർആൻ ഹാഫിളാക്കാൻ ഏറ്റെടുത്തില്ലേ? ആ ഖുർആനാണ് ഞാൻ. വിളിച്ചു പറയും. എത്ര വലിയ ഭാഗ്യാണ്. ഖുർആൻ വിളിച്ചു പറയും അത്രേ. ഒരു കുട്ടി ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ ആ കുട്ടി ഹാഫിളായി, മാഷാ അല്ലാഹ്, ആ കുട്ടിയുടെ വരും. മദ്രസയുടെ പണി പൂർത്തിയാക്കി. ആ ഹിഫ്ള് കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാനുള്ള ടൈൽസ് മൊത്തം എൻ്റെ വക, അൽഹംദുലില്ലാ. ആ ടൈൽസ് അവിടെ വരും. കുട്ടികൾക്ക് പഠിക്കാനുള്ള മുഴുവൻ ഖുർആൻ ഞാൻ വാങ്ങിക്കൊടുക്കാം. കുട്ടികൾക്കുള്ള ഭക്ഷണം ഞാൻ ഏറ്റ്, കുട്ടികൾക്കുള്ള കട്ടില് ഞാൻ ഏറ്റ്. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഖുർആനെ സ്നേഹിക്കുന്നു. ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ ആ കുട്ടി ഹാഫിളായി. അദ്ദേഹത്തിന്റെ മാത്രം പൈസ കൊണ്ട് ഹാഫിളായി. ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് നേരെ സ്വർഗ്ഗത്തിൽ പോകാം. അത്ര വലിയ ഭാഗ്യമാണ്. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. പൂർത്തിയാക്കാൻ നിങ്ങൾ സഹായിച്ചാൽ, നിങ്ങൾ പോയിട്ട് നാളെ കമ്മിറ്റിക്കാരെ കാണണം, നമ്മുടെ സെക്രട്ടറിയെ കാണണം. സെക്രട്ടറി മുങ്ങി ഇത്രയേ ഉള്ളൂ. അല്ല മുങ്ങല്ല, എവിടെ ഇങ്ങനെ സെക്രട്ടറി പോയിട്ട് സെക്രട്ടറി അടുത്ത് ചോദിക്കും, ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ടൈൽ വേണം. അൽഹംദുലില്ലാ അയിൽ മേടിക്കാൻ, ഖുർആൻ പഠിക്കാനല്ല ഞാൻ ഏറ്റു. ഒരു കുട്ടിക്ക് എത്ര ചെലവാകും? ഒരു മാസം എത്ര റുപ്യ ചെലവാകും? ഇൻഷാ അല്ലാഹ് ആ കുട്ടിക്കുള്ള ഒരു മാസത്തെ ഞാൻ ഏറ്റു. ഒരു 3 വർഷം ഒരു കുട്ടി ഹാഫിളാകാൻ, ആ 3 വർഷത്തേക്കുള്ള പൈസ ആ ഒരു കുട്ടിക്ക് ഞാൻ ഏറ്റു. അൽഹംദുലില്ലാ. ഇത് കളിയല്ല സുഹൃത്തുക്കൾ, ഞാൻ ഹദീസ് ഓതിയല്ലേ പറയുന്നത്. ആ ഖുർആൻ അവിടെ വന്നിട്ട് ചോദിക്കും, ആ ഖുർആൻ ചോദിക്കും, നിനക്ക് എന്നെ അറിയോ? ഞാനാണ് ഖുർആൻ. നീ പാതിരാത്രി ഇരുന്ന് ഓതുന്നില്ലേ? തഹജ്ജുദ് എഴുന്നേറ്റ് ഓതുന്നില്ലേ? പകൽ സമയത്ത് അതിനെ നീ സൂക്ഷിക്കുന്നില്ലേ? ആ ഖുർആനാണ് ഞാൻ. നീ പേടിക്കണ്ട. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീർ. ഇപ്പോ മുൻകർ നകീർ വരും കേട്ടോ. ആ മുൻകർ നകീർ വരുമ്പോ നീ പേടിക്കേണ്ട. മാ അനബി മുഫാരിഖിഹി, അവനെ വിട്ട് ഞങ്ങൾ മാറിപ്പോകൂല. അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ നിർവഹിക്കുന്നത്. അവരത് നിർവഹിച്ചു കൊള്ളട്ടെ. അവർ നിങ്ങളെ ഒന്നും ചെയ്യൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ ഒരാൾ കബറിലുണ്ടെങ്കിലേ വേറെ ആരുണ്ട് ഹബീബേ? എല്ലാരും വരും, മണ്ണ് വാരിയിടും, യാ അല്ലാഹ് മഅസ്സലാം അടിച്ചു പോകും. അത്രേ ഉള്ളൂ. എല്ലാരും വരും, പോവും. കുറെ കരയും. നിലക്ക് എൻ്റെ കൂട്ടർ കണ്ണുനീര്, യാ അല്ലാഹ്. ആ കണ്ണുനീര് തിരിച്ചു പോകുമ്പോൾ 2 ഐസ്ക്രീമും തിന്ന് 2 ജ്യൂസും അടിച്ചു പോകുമ്പോൾ ആ കണ്ണുനീര് അതും തീർന്ന് ഹലാസ്. അല്ല, നീ കരഞ്ഞ ഉടനെ നീ ഇപ്പം എന്തപ്പാ ഈ ഷാർജ ജ്യൂസ് അടിക്കുന്നത്? ലയിച്ച രാവിലെ മൂലെ കരയുന്നല്ലേ? എല്ലാ വെള്ളവും പറ്റീന്. ഇനിയിപ്പോൾ പുതിയ വെള്ളം കയറ്റാം. തിരുവനന്തപുരത്ത് നിന്ന് പറയുന്ന ട്രെയിന് മംഗലാപുരത്ത് വന്നിട്ട് വെള്ളം കയറ്റുന്നത് പോലെ എല്ലാം തീർന്നിന്. എല്ലാം കരഞ്ഞു തീർത്ത് അവൻ ഇനി ഒറ്റയ്ക്ക് പോകണം. അവനാര് കൂട്ടുണ്ട്? അവനോടൊപ്പം ആരുണ്ട്? അവനെ സഹായിക്കാൻ ആരുണ്ട്? ആരുണ്ടാവില്ല. നമ്മളൊക്കെ ദുആ ചെയ്യും. ആദ്യത്തെ ദിവസം, 2 or 3 ദിവസം, 40 ദിവസം ഖലാസ് തീർന്നു. പിന്നെ നമ്മളവനെ കുറിച്ച് ചിന്തിക്കാനേ ഇല്ല. ഉപ്പ മരിച്ചു, വിദേശത്ത് നിന്ന് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് എമർജൻസിയിൽ വന്നു. എത്ര ദിവസം ഇവിടെ നിൽക്കും? എൻ്റെ ഉപ്പ മരിച്ചു 3 കഴിഞ്ഞ് അല്ലാഹു അക്ബർ മടങ്ങി പോവുകയാ. 10 ദിവസം വരെ നിൽക്കാൻ പറ്റൂല. കമ്പനിയിൽ പ്രശ്നമാണ്. അവർക്ക് കമ്പനിയാണോ വലുത്, ഉപ്പയാണോ വലുത്? മരിച്ചു പോയില്ലേ, എക്സ്പയർ ആയില്ലേ? ഇനി ഉപ്പയ്ക്ക് വേണ്ടി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 1000 ജോലിക്കാരുള്ള എൻ്റെ കമ്പനിയാണ് അവിടെ പ്രശ്നം. ഉപ്പ മരിച്ചില്ലേ, ഇനിയിപ്പോൾ എന്തിനിവിടെ നിന്നിട്ട് എന്താക്കാൻ? എല്ലാം തീർന്നു, ഖലാസ്. ഉപ്പ ഇത്രയേ ഉള്ളൂ.
എക്സ്പയർ ആയി, പാസ്ഡ് അവേ, ആള് പോയി, ഇനിയിപ്പോ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഹലാസ്, ഇത്രയേ ഉള്ളൂ നമ്മൾ. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ സഹായിക്കാൻ ആരുണ്ടാവില്ല. ഈ ഖുർആൻ വരും, പേടിക്കണ്ട. ഖുർആൻ വന്നിട്ട് പറയുന്ന വാക്കാണ് ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. പേടിക്കണ്ട കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഞങ്ങളുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു വാക്ക് കിട്ടിയാ പോരെ, എതുവരെ പിരിഞ്ഞു പോകൂല. ഹത്താ ഉഅറള അനാ വ അൻത, എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ മഹ്ശറ വൻസഭയിൽ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതൂതുമ്പോ ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂലേ, ആ ദിവസം വരെ നിനക്ക് തമാശ പറയാൻ ഞാനുണ്ട് കേട്ടോ, നീ പേടിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കൂട്ടുകാരനെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു കൂട്ടുകാരനെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആനെ സഹായിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിവസം തോറും റമദാൻ മാസം വരെയാണ്, ഓദിക്കോ. ഒരു ദിവസം ഒരു ജുസു ഓതണം. എങ്ങനെ ഓതും? സുബഹിക്ക് 2 പേപ്പർ, 10 പേപ്പറാണ് ഒരു ജുസു. ഈസി ആയിട്ട് ഞാൻ ഓതാനുള്ള വഴി പറഞ്ഞുതരാം. സുബഹിക്ക് 2 പേപ്പർ 5 മിനിറ്റ്. ളുഹറിന് നിസ്കരിക്കാൻ വരുമ്പോൾ 2 പേപ്പർ 5 മിനിറ്റ്. അസ്ർ നിസ്കരിക്കാൻ വരുമ്പോൾ 2 പേപ്പർ. മഗ്രിബ് നിസ്കരിക്കാൻ ചിലപ്പം വരുമ്പോൾ ഓതാൻ സമയം കിട്ടൂല, കുഴപ്പമില്ല, 6 പേപ്പർ ഓതി. ഇശാ കഴിഞ്ഞ് ടൈം കിട്ടും, 4 പേപ്പർ ഓതി തീർക്ക്, പെട്ടെന്ന് ഈസിയാ. നമ്മൾ എത്ര മിനിറ്റ് നമ്മൾ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഏത് നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലുന്നതിന് മുമ്പ് 33 വട്ടം ഫേസ്ബുക്ക്, 33 വട്ടം ഇൻസ്റ്റാഗ്രാം, 33 വട്ടം വാട്സപ്പ്, എല്ലാം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് ടെലഗ്രാം, ഖലാസ്. അപ്പോൾ എല്ലാം ആയി. പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാം നമ്മൾ അത് പെട്ടെന്ന് ഈസിയായിട്ട് ഓടിച്ചിട്ട് നോക്കൂലേ. ഈ നിസ്കാരത്തിന്റെ സമയത്തിൽ അവൾ വല്ല മെസ്സേജ് വിട്ടോ എന്നുള്ളത് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും. ഖുർആൻ സമയം കണ്ടത്, ഖുർആൻ അങ്ങനെ തന്നെ ഇരിക്കാണ്. നമ്മളിപ്പോൾ പള്ളിയിൽ വാങ്ങി വെച്ച് ഖുർആൻ നിങ്ങൾ പള്ളിയിൽ പോയി നോക്കി, അതേപോലെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇന്ന് വരെ തുറന്നിട്ടില്ല. ഖുർആൻ അവിടെ ഇരിക്കുമ്പോൾ ഖുർആന്റെ താഴെ ഇരുന്ന് മൊബൈലിൽ നോക്കിയിട്ട് ഓതുന്ന ഐറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മൊബൈലിൽ നോക്കി ഓതും. ഖുർആൻ മുകളിൽ ഇരിപ്പുണ്ട്. ഈ മൊബൈലിൽ ആരൊക്കെ ഉണ്ട്? ഈ മൊബൈൽ കണ്ട ശൈത്താങ്ങൾ മുഴുവനും ഉണ്ട്. അത്യാവശ്യത്തിന് നീ ബസ്സിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, ഖുർആൻ ഓതാനൊരു ആഗ്രഹമുണ്ട്, ടൈം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ജസ്റ്റ് നീ മൊബൈൽ എടുത്ത് വെച്ചിട്ട് നീ ഉപയോഗിക്കുക. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ആ ഖുർആൻ എടുക്കണമല്ലോ. ഈ മൊബൈലും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഖുർആനെ നോക്കിയിട്ട് അല്ലാഹു പറഞ്ഞിട്ടില്ല ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ശുദ്ധിയില്ലാതെ ഈ ഖുർആനെ നീ സ്പർശിക്കരുതേ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാ. അതുകൊണ്ട് ഈ ഖുർആൻ തൊടണമെങ്കിൽ ഉളു വേണേ. ആ ഒരു ആയത്തെ ഖുർആനിലുള്ളൂ. അല്ലാതെ ലാ യമസ്സുഹു ഇല്ലൽ ജവാൽ, മൊബൈലിൽ തൊടുമ്പോ ഒളിവില്ലാതെ തൊടരുത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാണാനില്ല. അപ്പൊ നമ്മൾ ഒളിവെടുത്തിട്ട് എന്തായാലും മൊബൈൽ ഖുർആൻ നോക്കൂല, ഒളിവെടുത്തിട്ട് നോക്കൂല. അപ്പൊ അതുകൊണ്ട് ഒളിവെടുക്കുന്നതിന് ഖുർആനാണ് അതിന് വഴി. നമ്മൾ ഒളിവെടുത്തിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ഓതുമ്പോഴാണ് അതിന്റെ ബർക്കത്ത്. ഖുർആൻ എടുക്കണം, അത് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഖുർആനിനെ അവഗണിച്ച മുസ്ലിം ലോകമേ, ഖുർആനിനെ അവഗണിച്ച മുസ്ലിം സഹോദരിമാരെ, ഇന്ന് സദാസമയം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ടിക്ടോക്കുമായി നിങ്ങളുടെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു കളഞ്ഞ പൊന്നു പെങ്ങളെ,
നിന്റെ പുന്നാരമായ ശരീരത്തില് പുഴുക്കളും പാമ്പുകളും കടന്നു വരാതിരിക്കാൻ ഒരേ ഒരു വഴി ഖുർആനാണ്. ഖുർആനാണ്. ഈ മുബാറക്കായ ശരീരത്തെ തേച്ച് മിനുക്കി ദുനിയാവില് നീ നടക്കുമ്പോ നിന്റെ തുള്ളലും ചാട്ടലും കാണാൻ ഞങ്ങൾക്കടക്കം വലിയ ഇഷ്ടമാണ്. അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ, അത് ആയിരങ്ങളും പതിനായിരങ്ങളും കാണാൻ, ലൈക്ക് അടിക്കാൻ ഒരുപാട് പേര് കാണും കേട്ടോ. പക്ഷേ ആ നിന്റെ സൗന്ദര്യമുള്ള ശരീരമുണ്ടല്ലോ, അത് നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ ഖബർ പറയുന്ന ഒരു വാക്കുണ്ട് പൊന്നുമോളെ സുഹ്റാ, അത് നീ മറക്കണ്ട കേട്ടോ, മറക്കണ്ട കേട്ടോ. യബ്നതീ, ആദമിന്റെ മോളെ, ഞാൻ ആരെന്നറിയോ? ഓരോ കവിൾത്തടങ്ങൾ പറിച്ചെടുക്കുന്ന ഖബറാണ് ഞാൻ. ഇട്ടിങ്ങനെ മിനിക്ക് മസ്കാര എല്ലാം ഇട്ട് നല്ല ലിപ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ നല്ല ചെഞ്ചുണ്ട് പോലെ നടക്കുന്നതിന്റെ ഈ കവിൾത്തടങ്ങൾ മുഴുവനും പറിച്ചു കളയുന്ന ഖബറാണ് ഞാൻ. ആ ഖബർ വിളിച്ചു പറയും, ആ ഖബറാണ് ഞാൻ. ആരും എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞില്ലയോ, ആരും എന്നെ കുറിച്ച് നിന്നോട് ബോധ്യപ്പെട്ടില്ലയോ, ആരും എന്നെ കുറിച്ച് താക്കീത് നൽകിയില്ലയോ? അനല്ലദീ ഉദ്ഹിബു മഹാസിനൽ വുജൂഹ്, നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം മുഴുവനും പറിച്ചെടുക്കുന്ന ഖബറാണ് ഞാൻ. നിന്റെ സൗന്ദര്യം നിറഞ്ഞ ചർമ്മമുണ്ടല്ലോ, ആ ചർമ്മത്തെ ഉരിച്ചു കളയുന്ന ഖബറാണ് ഞാൻ. എന്നെ കുറിച്ച് നിനക്കറിയണമെങ്കിൽ എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണേ. ആ കടന്നു വരുമ്പോൾ മാത്രമേ നിനക്കറിയാൻ കഴിയൂ. അതുകൊണ്ട് ആ ഖബർ നമ്മളോട് പറയുന്നതിന് മുമ്പ് എന്റെ പൊന്നുപെങ്ങളെ, ഖുർആൻ കൊണ്ട് ഖബറിനെ വശീകരിക്കണേ. ഖുർആൻ ഓതിയ ഒരു പെണ്ണ് മരിച്ചു പോകുമ്പോ, ഒരു ഹാഫിളത്തായ പെണ്ണ് മരിക്കുമ്പോ, ഖുർആൻ ഓതിക്കൊണ്ട് മരിച്ചു പോയാൽ ആ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബർ വിളിച്ചു പറയുമത്രേ, അഹിലം വസഹിലാ മർഹബൻ യാ മർഹബാ, നിനക്ക് വേണ്ടി ഞങ്ങൾ പട്ടുമെത്ത വിരിച്ചിരിക്കുന്നു, വാ ഖുർആനുമായിട്ട് വാ, ആ സുഗന്ധദ്രവ്യത്തോടെ വാ, ആ സുഗന്ധം പൂശുന്ന മണത്തോടു കൂടി വാ, ഖുർആൻ നിന്നെ സ്വീകരിക്കുന്നു, വാ ഖബറിൽ ഖുർആൻ. അത്ര വലിയ കാര്യം, ചെറിയ കാര്യമല്ലല്ലോ, ചെറിയ കാര്യമാണത്. പക്ഷെ അങ്ങനെ ഓതാതിരിക്കുന്നവരെ കുറിച്ച് അല്ലാഹു റസൂൽ പറയാണ്, നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ എത്തുമ്പോൾ നബി തങ്ങൾ നമുക്കെതിരെ പരാതി. എന്താ പരാതി? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹ്, എന്റെ ഉമ്മത്തികൾ, എന്റെ അനുയായികൾ ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഓതാതെ മരിച്ചുപോയവരെ കുറിച്ച് റസൂലുള്ളാഹി നാളെ പരാതി പറയുന്ന രംഗാണ്. പടച്ചോൻ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്ക് ഇനി ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഒരു ജുസു മൊബൈലിൽ ഓണാക്കി വെച്ചിട്ട് കേൾക്കണം. റമദാൻ മാസം വരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. ഖുർആന്റെ മഹത്വം ഞാൻ പറയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കൽ വന്നിരിക്കണമെങ്കിൽ ഖുർആൻ ഹാഫിളായവർ മാത്രം വന്നിരുന്നാൽ മതി, അല്ലാത്തവർ ഇരിക്കണ്ട. അബൂ ഹനീഫ ഇമാം മദ്ഹബിന്റെ എല്ലാത്തിന്റെയും നേതാവാണ്. ഇമാമുന ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. അബൂ ഹനീഫ ഇമാമിന്റെ അരികിലിരിക്കാൻ കൊതിച്ചു ശിഷ്യന്മാരോട് പറഞ്ഞു, ഹാഫിളായവർ മാത്രം ഇരിക്കും. അതിലൊരു മഹത്തായ ഒരു ശിഷ്യനുണ്ട്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയൊരു ശിഷ്യനാണ്, ഹാഫിളല്ല. എല്ലാവരും ഇരിക്കുന്നത് കണ്ടപ്പോ കൊതി. എന്റെ ഉസ്താദ് ഷേഖുനായോടൊപ്പം, ഇപ്പൊ നമ്മുടെ ഷേഖുനാമാരൊക്കെ ഇവിടെ വരുമ്പോ ആ ഷേഖുനാമാരോടൊക്കെ ഇരിക്കാൻ നമുക്കെന്തൊരു ആഗ്രഹമാണ്, കൂടെ ഇരിക്കാൻ എന്ത് കൊതിയാണ്. അപ്പൊ അതേപോലെ അബൂ ഹനീഫ തങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്നോടൊപ്പം ഇരിക്കണമെങ്കിൽ ഖുർആൻ മനനം ചെയ്യണം. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ രണ്ടുപേരും ശ്രേഷ്ഠരായ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഹാഫിളായിരുന്നില്ല, ഇരിക്കാൻ അനുവാദം കൊടുത്തില്ല. ഒറ്റയാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവൻ മനപ്പാടാക്കി ഉസ്താദിന്റെ അടുത്ത് വന്നിരുന്നു, ഓതി കേൾപ്പിച്ചു. ഒറ്റയാഴ്ച.
മൂഹ് എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു. ഒരാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാടാക്കി. ഹബീബ്, ഇന്ന് നമ്മുടെ മക്കളൊക്കെ 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും ഖുർആൻ കാണാൻ പഠിക്കുന്നവരുണ്ട്. നല്ല ബ്രില്യൻ്റ് ആണ്, നല്ല ബ്രെയിനാണ് നമ്മുടെ മക്കൾക്ക്. ഈ കുഞ്ഞു മക്കളെ മുഴുവൻ ഇന്ന് സിനിമ പാട്ടും പഠിപ്പിച്ച്, സീരിയൽ പാട്ടും പഠിപ്പിച്ച്, ഇന്ന് നമ്മുടെ ഇന്നത്തെ എന്താ പറയാ സീരിയലിൽ കൊണ്ട് നിർത്തിയിരിക്കല്ലേ നമ്മുടെ കുട്ടികളെയൊക്കെ മൊത്തം പാട്ട് പഠിപ്പിക്കാൻ. എത്ര കാണാതെ എത്ര പാട്ടാ നമ്മുടെ കുട്ടികൾ. 114 സൂറത്തേ ഉള്ളൂ പരിശുദ്ധമായ ഖുർആനിൽ. 300ഓളം പാട്ട് കാണാതെ അറിയാവുന്ന കുട്ടികളുണ്ട്. 300ഓളം പാട്ട്, 114 സൂറത്ത് കാണാതെ പഠിക്കാൻ ഈ കുട്ടികളെ കൊണ്ട് കഴിയില്ലേ? കഴിയും. പക്ഷെ ഉമ്മാക്കത് ഇഷ്ടമില്ല, ഉപ്പാക്കത് ഇഷ്ടമില്ല, ഉപ്പാക്കത് ഇഷ്ടമില്ല. ഉമ്മ എപ്പോഴാ ഇഷ്ടപ്പെടുന്നത്? ഉപ്പ എപ്പോഴാ ഇഷ്ടപ്പെടുന്നത്? ഉപ്പാന്റെയും ഉമ്മാന്റെയും മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ അന്ന് ഈ മോള് പറയും അല്ലാഹുവിനടുത്ത്, പടച്ചവനെ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, റബ്ബനാ അരിനല്ലദൈനി അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ تحت أقدامنا ليكونا من الأسفلين. മക്കളെ, നാളെ ആഖിറത്തിലെത്തുമ്പോ വാപ്പായും ഉമ്മായും ഈ നെല്ലിക്കുന്ന് മൈതാനിയിൽ ഈ ആയിരങ്ങളായ ഖബറുകളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാതെ മാപ്പയോ ഉമ്മയോ മരിച്ചു പോയാൽ വല്ലാഹി സത്യം ഈ മക്കള് അല്ലാഹുവിന്റെ അടുക്കൽ പറയുന്ന പരാതിയാണ് ഈ ഖുർആനിലൂടെ ഞാനിപ്പോ ഓതിയത്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, അരിനല്ലദൈനി അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ഈ മഹ്ശറിന്റെ തീച്ചൂളയിൽ ഒന്നും മലർത്തി കിടത്തു പടച്ച റബ്ബേ, നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ.